ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ നീക്കങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു ജപ്പാൻ. ജപ്പാൻ വിദേശകാര്യമന്ത്രി തകേഷി വായയാണ് ഇന്ത്യൻ സർവകക്ഷി സംഘത്തോട് ഇക്കാര്യം വ്യക്തമാക്കിയത്. യുഎഇയിലെത്തിയ സർവകക്ഷി സംഘം പ്രധാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അതിനിടെ ഇന്ത്യ പാക് വെടിനിർത്തലിന് അമേരിക്കയാണ് ഇടനിലനിന്നതെന്ന ഡൊണാൾഡ് ട്രംപിന്റെ വാദം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തള്ളി. ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ നടപടിക്ക് ലോകരാജ്യങ്ങളുടെ ശക്തമായ പിന്തുണ ലഭിച്ചു തുടങ്ങുകയാണ്. ഇന്ത്യയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ജപ്പാൻ ഇതുവരെ സ്വീകരിച്ച നടപടികളെ അഭിനന്ദിച്ചു. ജപ്പാനിലെ കൂടുതൽ ജനപ്രതിനിധികളെ ഇന്ത്യൻ സംഘം സന്ദർശിക്കും. ചില മാധ്യമപ്രവർത്തകരുമായും കൂടിക്കാഴ്ച നടത്തും. ജോൺ ബിട്ടാസ് എംപി ഉൾപ്പെടെയുള്ളവരുടെ സംഘമാണ് ജപ്പാനിൽ സന്ദർശനം നടത്തുന്നത്. യുഎഇയിലെത്തിയ ഇ.ടി. മുഹമ്മദ് ബഷീർ അടക്കമുള്ള നേതാക്കളുടെ സംഘം യുഎഇ രാജകുടുംബാംഗവും മന്ത്രിയുമായ ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് എൽ നഹ്യാൻ ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തി. കനിമൊഴി എംപിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാമത്തെ സംഘം റഷ്യയിലെ ദൗത്യം ഇന്ന് ആരംഭിക്കും. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറിന് മധ്യസ്ഥത വഹിച്ചത് അമേരിക്കയാണെന്ന ട്രംപിന്റെ വാദത്തിൽ പ്രധാനമന്ത്രി എന്തുകൊണ്ട് മൗനം തുടരുന്നുവെന്ന് കോൺഗ്രസ് വീണ്ടും ചോദ്യമുന്നയിച്ചു. 11 ദിവസത്തിനിടെ 8 തവണ ട്രംപ് അവകാശവാദം ആവർത്തിച്ചുവെന്നും കോൺഗ്രസ്. 8 बार उन्होंने कहा है 11 दिन में और हमारे प्रधानमंत्री डोनाल्ड भाई के दोस्त चुप हैं. വെടിനിർത്താൻ അമേരിക്കയാണ് ഇടപെട്ടതെന്ന ട്രംപിന്റെ വാദം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തള്ളി. ന്യൂഡൽഹിയും ഇസ്ലാമാബാദും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് വെടിനിർത്തൽ ധാരണയായത്. അമേരിക്ക മാത്രമല്ല മറ്റു പല രാജ്യങ്ങളും അവിടുത്തെ നേതാക്കളും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നുവെന്നും ജയശങ്കർ വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.